ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് അമൃത വിശ്വവിദ്യാപീഠം എട്ടുമടൈ ക്യാമ്പസിലാണ്. ഇപ്പോൾ സമയം കറക്റ്റ് രാവിലെ 7 മണിയാണ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഞാൻ നമ്മുടെ ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവേ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്ലോ മോർണിംഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എന്താണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ എന്ന് നമുക്കൊന്ന് കാണാം. റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് MBA ക്യാമ്പസിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിലേക്കായിരുന്നു. ഈ ക്യാമ്പസിൻ്റെ ക്യാൻറ്റീൻ ഫുഡൊന്നും ഒരു രക്ഷയില്ല. ഞാൻ കഴിച്ചത് പൊങ്കലാണ് കേട്ടോ. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാനൊരു പൊങ്കൽ ഫാനാണ്. ഒരു അടിപൊളി ഗീ പൊങ്കൽ കിട്ടിയതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തിലെ ഗൈസ്. എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലും ഞാൻ ആദ്യം മെനുവിൽ നോക്കുന്നത് പൊങ്കൽ ഉണ്ടോയെന്നാണ്. നമ്മുടെ കോഴിക്കോട് നല്ല പൊങ്കൽ കിട്ടുന്ന സ്പോട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ CIR ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെയായിരുന്നു കേട്ടോ നമുക്ക് എക്സാം ഉണ്ടായിരുന്നത്. അമൃതയുടെ പല ക്യാമ്പസിലും കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് തലേന്നും അന്നുമൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങളെ നേരെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിലേക്ക് ഇരുത്തി. ഞാനും തുഷ്കുവും കുറച്ച് ടെൻഷനിലൊക്കെ ആണെങ്കിലും മാക്സിമം ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഞങ്ങളെ തന്നെ ചില്ലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എക്സാമിന് കയറുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. എക്സാം കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞാനും തുഷ്കുവും. എക്സാമിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട, കാരണം പ്രത്യേകിച്ച് വേണ്ട, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം. ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ പിന്നെയും വന്നത്. കുട്ടികളൊന്നും എന്താ ലഞ്ച് കഴിക്കാൻ വരാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലോക്കിൽ സമയം ഞങ്ങൾ കണ്ടത്. സമയം 3:45 ഗൈസ്. ഓ ഗോഡ്, കുട്ടികൾ ചായ കുടിക്കാൻ വരുന്ന സമയപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ ഹോസ്റ്റലിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ബൈ ബൈ.